എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാകോലുകീയത്തിലെ മൂന്നാമത്തെ കഥയാണ്. പ്രജകളുടെ ഹിതത്തിനായി മഹാനായ ഒരു രാജാവിൻ്റെ പേര് മാത്രം മതി എന്ന് പറഞ്ഞ കാക്ക പക്ഷികളുടെ അപേക്ഷയനുസരിച്ച് പറഞ്ഞ കഥയാണിത്. ഒരു കാട്ടിൽ ചതുർദന്തൻ എന്നൊരു ആനത്തലവനുണ്ടായിരുന്നു. ഒരിടയ്ക്ക് ആ കാട്ടിൽ കഠിനമായ ഒരു ജലക്ഷാമമുണ്ടായി. ദാഹിച്ചു വലഞ്ഞ് ചില ആനക്കുട്ടികൾ മരിച്ചു പോവുകയും ചെയ്തു. കൂട്ടത്തിലുള്ള ആനകളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ചതുർദന്തൻ കുറെ ദൂരത്തുള്ള ഒരു കുളം കണ്ടുപിടിച്ചു. ശേഷം ആനക്കൂട്ടം 5 ദിവസങ്ങൾ സഞ്ചരിച്ച് ആ കുളത്തിനടുത്തെത്തി. ആവശ്യത്തിന് വെള്ളം കുടിച്ച ആനകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചു. എന്നാൽ ആ കയത്തിനടുത്ത് കുറച്ചു മുയൽ മാളങ്ങൾ ഉണ്ടായിരുന്നു. ആനകളുടെ കാൽ ചവിട്ടേറ്റ് ആ മാളങ്ങൾ തകർന്നുപോയി. മുയലുകളിൽ ചിലർ ചത്തുപോയി. കുറെ പേർക്ക് പരിക്കുകളും പറ്റി. ആനക്കൂട്ടം പോയപ്പോൾ മുയലുകൾ ആലോചനയായി. വെള്ളം മറ്റൊരിടത്തുമില്ല. ആയതിനാൽ ഇനി ദിവസേന ആനക്കൂട്ടം വരുമെന്ന് തീർച്ചയാണ്. നമുക്ക് നാശം സംഭവിക്കുകയും ചെയ്യും. ആനകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു വഴി? ഒരു മുയൽ പറഞ്ഞു, നാട് വിട്ടു പോവുക തന്നെ വേണ്ടിവരും. ഇത് കേട്ട മറ്റൊരു മുയൽ പറഞ്ഞു, നമ്മുടെ പൂർവികർ വസിച്ചിരുന്ന ഈ സ്ഥലം വിട്ടുപോകുന്നത് ശരിയല്ല. ആനകളെ പേടിപ്പിച്ചോടിക്കാൻ ഒരു വഴി കണ്ടെത്തിയാൽ മതി. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു മുയൽ ഉപദേശിച്ചു, വിജയദത്തൻ എന്ന മുയൽ ചന്ദ്രമണ്ഡലത്തിലാണല്ലോ താമസം. മിടുക്കനായ ഒരു മുയൽ ആനത്തലവന്റെ അടുത്ത് ചെന്ന് കുളത്തിലിറങ്ങുന്നത് ചന്ദ്രഭഗവാൻ തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. മറ്റു മുയലുകൾക്കും ഈ നിർദ്ദേശം സ്വീകാര്യമായി. അവർ വാക്ചാതുര്യമുള്ളവനും ദൂതധർമ്മങ്ങൾ അറിയാവുന്നവനുമായ ലംബകർണനെ ദൂതനായി നിശ്ചയിച്ച് ആനകളുടെ അടുത്തേക്ക് അയച്ചു. കുറെ സഞ്ചരിച്ച് ആനക്കൂട്ടത്തിനടുത്തെത്തിയ ലംബകർണൻ ആനത്തലവനടുത്തെത്തി വിളിച്ചു പറഞ്ഞു, അല്ലയോ അഹങ്കാരിയായ ആനേ, നീ എന്താ യാതൊരു പേടിയുമില്ലാതെ ചന്ദ്രഭഗവാന്റെ കുളത്തിലിറങ്ങി മുങ്ങിയത്? ഇനിമേലിൽ നീ അവിടേക്ക് വരരുത്. ഇതു കേട്ട ആന അത്ഭുതത്തോടെ ചോദിച്ചു, നിനക്കിത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? മുയൽ ഗമയിൽ തല ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, ഞാൻ ലംബകർണൻ എന്ന മുയലാണ്. ചന്ദ്രമണ്ഡലത്തിലാണ് താമസം. എന്നെ ചന്ദ്രഭഗവാൻ ദൂതനായി വിട്ടിരിക്കുകയാണ്. ഇത് കേട്ട് പരിഭ്രമിച്ച ആന ചോദിച്ചു, ചന്ദ്രഭഗവാന്റെ സന്ദേശം എന്താണെന്ന് പറയൂ. മുയൽ ചന്ദ്രഭഗവാന്റെ സന്ദേശമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം വന്ന ആനക്കൂട്ടം വളരെ മുയലുകളെ വീഴ്ത്തിക്കളഞ്ഞു. അവർ എൻ്റെ പ്രജകളാണ്. ഇനിമേലിൽ ആനകൾ എൻ്റെ കുളത്തിലേക്ക് വരരുത്. ഇതാണ് ചന്ദ്രഭഗവാന്റെ സന്ദേശം. ആന ചോദിച്ചു, ഇപ്പോൾ എവിടെയുണ്ട് ചന്ദ്രഭഗവാൻ? ലംബകർണൻ മറുപടി പറഞ്ഞു, ഭഗവാൻ കയത്തിനടുത്ത് വന്ന് മുയലുകളെ ആശ്വസിപ്പിക്കുകയാണ്. എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ഭഗവാനെ കാണിച്ചു തരാം. തുടർന്ന് ചതുർദന്തനെ കുളക്കരയിൽ എത്തിച്ച മുയൽ വെള്ളത്തിൽ പ്രതിഫലിച്ച ചന്ദ്രനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ ജലമധ്യത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിന് തടസ്സം വരാത്ത വിധത്തിൽ നീ നിശബ്ദം നമസ്കരിച്ചിട്ട് പൊയ്ക്കോളൂ. ആന ഭയത്തോടെ നമസ്കരിച്ചിട്ട് തിരിച്ചുപോയി. പിന്നെ ആനക്കൂട്ടം ആ വഴിക്ക് വന്നതേയില്ല. മുയലുകൾ അവിടെ സുഖമായി ജീവിക്കുകയും ചെയ്തു. കഥ അവസാനിപ്പിച്ചുകൊണ്ട് കാക്ക പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഹാന്മാരുടെ പേര് മാത്രം മതി മാനം സിദ്ധിക്കാനെന്ന്. നന്ദി കെട്ടവനും ഹീനനും അലസനുമായവനെ പ്രഭുപദത്തിൽ വാഴിക്കരുത്. മുയലും കുരുവിയും കൂടി നീചനായ ന്യായാധിപന്റെ അടുത്തു ചെന്ന കഥ കേട്ടിട്ടില്ലേ? പക്ഷികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കാക്ക പറഞ്ഞ മുയലിൻ്റെയും കുരുവിയുടെയും കഥ അടുത്ത ഭാഗത്തിൽ പറയാം. കാകോലുകീയത്തിലെ മൂന്നാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.